വളരെ പ്രാർത്ഥനയോടെ ഈ സമയം നമുക്ക് ദൈവവചനത്തിന് മുൻപിലേക്ക് ഒരുമിച്ച് വരാം. പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ഒരു ദൈവിക വചന ചിന്ത ഒരുമിച്ച് ചിന്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദീർഘമായൊരു സമയം നമുക്ക് വചനത്തിന് മുൻപിലായിരിക്കാൻ ഇന്ന് രാത്രിയിലില്ല. എന്നാൽ ഉള്ള സമയം പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അല്പനേരം ഒരുമിച്ച് ചിന്തിക്കാനായി റോമർക്ക് എഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായം അതിന്റെ 24 മുതലുള്ള വാക്യങ്ങൾ ഒരാൾ വായിച്ചാൽ ഉപകാരമായിരിക്കും. റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ. തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ എന്ത്? എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനമെന്നും പ്രിയയല്ലാത്തവളെ പ്രിയ എന്നും ഞാൻ വിളിക്കും. നിങ്ങൾ എന്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞ ഇടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും എന്ന് ഹോശേയ പുസ്തകത്തിലും അരുളി ചെയ്യുന്നുവല്ലോ. യെശയ്യാവോ ഇസ്രായേലിനെ കുറിച്ച് ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടും. കർത്താവ് ഭൂമിയിൽ തന്റെ വചനം. ആമേൻ. താങ്ക് യു. കണ്ണുകൾ അടച്ചു ഒരു മിനിറ്റ് എല്ലാവരും പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ പ്രിയ പിതാവേ, വലിയ മഹത്വത്തിനായി സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് ഈ മീറ്റിംഗിന്റെ നടുവിൽ ഉള്ളത് ഇസ്രായേൽ ജനം ഘനമുള്ള മേഘത്തെ തൊട്ടറിഞ്ഞതുപോലെ കർത്താവെ തൊട്ടറിയാൻ ഞങ്ങളെ സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. വചനത്തിലൂടെ പരിശുദ്ധാത്മാവിലൂടെ എല്ലാവരോടും സംസാരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ ഈ ദിവസങ്ങളിൽ അക്ഷരാർത്ഥത്തിൽ ദൈവത്തിന്റെ മഹത്വം അനുഭവിക്കുന്ന, ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്, ഒരു സമയമാണ്. ഈ ദിവസങ്ങൾ എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ദൈവം നമ്മളോട് ഇടപെടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഈ വചനഭാഗം നിങ്ങളിൽ പലർക്കും പരിചയമുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റോമാലേഖനം 9-ാം അധ്യായം, അത് കഴിഞ്ഞ് പ്രത്യേകിച്ച് 11-ാമത്തെ അധ്യായം, ഈ ഭാഗങ്ങളിലൊക്കെ പൗലോസ് അപ്പോസ്തലൻ ഒരു കാര്യം പരാമർശിച്ചിരിക്കുന്നു. ഒരു റെമനന്റ്, ഒരു ശേഷിപ്പ്, ഒരു പ്രത്യേക ഒരു കൂട്ടം, അതിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ കരത്തിൽ എടുക്കും, തന്റെ കരത്തിൽ ഉപയോഗിക്കും. ആ ഭാഗം പറയുമ്പോൾ അതിനകത്ത് ആരും ഒരു പാഷ്വാലിറ്റിയോ അങ്ങനെ ഒരു കാര്യം ഒന്നും ചിന്തിക്കണ്ട. ദൈവം തന്റെ കരത്തിൽ ഒരു തലമുറയെ വേർതിരിച്ച് മാറ്റിയെടുത്ത് ഉപയോഗിക്കും. ഞാനിത് പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപിട്ട് തന്നെ നിങ്ങളോടെല്ലാം ഓർപ്പിക്കുന്നു, നിങ്ങൾ ഒരു ഗൗരവതരമായ ക്രിസ്തീയ ജീവിതത്തിന് തയ്യാറാകണം. വളരെ സീരിയസ് ആയ ഒരു തലമുറയിൽ ജീവിക്കാനും വളരെ സീരിയസ് ആയി കർത്താവിനെ അനുഭവിക്കാനും അവസരം ലഭിച്ച ദൈവമക്കളാണ് നമ്മൾ. ഈ തലമുറയിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചതുകൊണ്ട് നിങ്ങൾ ആ ദൈവം തന്ന സമയത്തെ മാക്സിമം പ്രയോജനപ്പെടുത്തണമെന്ന് ആമുഖമായിട്ട് ഓർപ്പിച്ച് ഞാൻ ഈ വചനത്തിലേക്ക് വരാം. നിങ്ങൾ നോക്കിയേ, 9-ാമത്തെ അധ്യായത്തിൽ, നേരത്തെ പറഞ്ഞ 11-ാമത്തെ അധ്യായത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ കർത്താവിന്റെ ദാസൻ പൗലോസ് അപ്പോസ്തലൻ ഒരു തലമുറയെ, ഒരു ശേഷിപ്പിനെ, ഒരു റെമനന്റിനെ ദൈവം മാറ്റി വെച്ചിരിക്കുന്നു എന്ന് ഓർപ്പിക്കുന്നു. ആ ദൂത് പറയാൻ കർത്താവിന്റെ ദാസൻ കൊണ്ടുവന്നിരിക്കുന്ന 2 പ്രവാചക ശബ്ദങ്ങളുണ്ട്. അതിനു മുൻപായിട്ട് അദ്ദേഹം പറഞ്ഞ ആ 23-ാമത്തെ വാക്യവും 24-ാം വാക്യവും ഒന്ന് വായിച്ച് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. യഹൂദരിൽ നിന്ന് മാത്രമല്ല, ഇതാണ് നമ്മുടെ പ്രയോറിറ്റി, നമ്മുടെ സന്തോഷം, നമ്മുടെ മേൽ പകർന്നത്. നമ്മൾ ആരാണ്? നമ്മളെ എവിടുന്ന് തിരഞ്ഞെടുത്തു? ഇതിനുള്ള മറുപടിയാണ് 23-ാം വാക്യം. യഹൂദരിൽ നിന്ന് മാത്രമല്ല.
ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യരായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു എങ്കിൽ എന്ത്? ആ ഒരു വാക്യത്തിനകത്ത്, ആ വാക്യങ്ങൾക്കകത്ത് ഗൗരവത്തോടെ ഓർക്കണം. ഇന്ന് ആയിരിക്കുന്ന അനുഭവത്തിൽ, ഇന്നായിരിക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങളെ എവിടുന്ന് കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന്, ജാതികളിൽ നിന്ന് നമ്മെ കൊണ്ടുവന്നു. രണ്ട്, കോപപാത്രങ്ങളായ, ഒരു യോഗ്യതയുമില്ലാത്ത, നമ്മുടെ മേൽ നാശയോഗ്യവരായ കോപപാത്രങ്ങളെ തന്റെ ദീർഘക്ഷമയോടെ സഹിച്ചു എങ്കിൽ എന്ന്. ഇനി 25-ാം വാക്യത്തിലേക്ക് വരികയാണ്. എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനം എന്നും പ്രിയയല്ലാത്തവളെ പ്രിയ എന്നും ഞാൻ വിളിക്കും. നിങ്ങൾ എന്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞ ഇടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും എന്ന് ഹോശേയ പുസ്തകത്തിൽ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഇവിടെ രണ്ട് പ്രവാചക ശബ്ദമാണ് ഒരു ശേഷിപ്പിനെ കൊണ്ടുവരുന്ന, ഒരു ശേഷിപ്പിനെ തെരഞ്ഞെടുക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ച് പറയാൻ കർത്താവിന്റെ ദാസൻ രണ്ട് പ്രവാചക ശബ്ദമാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്നാമത്തെ പ്രവാചക ശബ്ദം ഹോശേയയുടെ പ്രവാചക ശബ്ദമാണ്. ഈ ഹോശേയെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും അത് അറിയാമായിരിക്കും. ഹോശേയ പ്രവാചകൻ, ഈ പുസ്തകങ്ങളിൽ ഹോശേയ പ്രവാചകന്റെ മാത്രം പ്രത്യേകത, താൻ എല്ലാവരുടെയും പ്രത്യേകതയാണ് എങ്കിലും വളരെ അധികമായിട്ട് ഹോശേയ പ്രവാചകന്റെ മാത്രം പ്രത്യേകത, താൻ ശുശ്രൂഷിച്ച ശുശ്രൂഷ തനിക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ തന്റെ ജീവിതത്തിലൂടെ പരിശുദ്ധാത്മാവ് തന്നെ ശുശ്രൂഷിപ്പിച്ചത്, തന്റെ ജീവിതം എടുത്തു വെച്ചാണ് തന്നെ ശുശ്രൂഷിപ്പിച്ചത്. കാരണം ഹോശേയോട് ദൈവം ആവശ്യപ്പെട്ട ആവശ്യം ഒരു മനുഷ്യനോടും പറയാത്ത നിലയിലുള്ള കാര്യമാണ് ഹോശേയോട് പരിശുദ്ധാത്മാവ് ആവശ്യപ്പെട്ടത്. നമുക്ക് തിരുവെഴുത്തിൽ ജീവിതം കൊണ്ട് ശുശ്രൂഷിച്ച പഴയ നിയമ പ്രവാചകന്മാരിൽ പലരെ കാണാം. അതിനകത്ത് ഒരാളാണ് യെഹെസ്കേല്. യെഹെസ്കേല് ജീവിതം കൊണ്ട് ശുശ്രൂഷിച്ചെന്ന് പറഞ്ഞാൽ യെഹെസ്കേലിന്റെ സ്വന്തം ഫാമിലി ലൈഫിനകത്ത് സംഭവിച്ച പ്രതിസന്ധികൾക്കകത്ത് പോലും കരയാൻ പോലും അനുവാദം കൊടുക്കാതെ യെഹെസ്കേലിന്, കരയാൻ പോലും അനുവാദം കിട്ടാതെ യെഹെസ്കേലിന് ശുശ്രൂഷിക്കേണ്ടി വന്നു. ഇനി ഹോശേയിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ ദൂതും ശബ്ദവും ഏറ്റെടുത്ത ഹോശേയ്ക്ക് ഇസ്രായേലിനോട് ദൂത് പറയാൻ, ഇസ്രായേലിനോട് പ്രവചിക്കാൻ, ഇസ്രായേലിനോട് ശുശ്രൂഷിക്കാൻ തന്റെ ജീവിതത്തിൽ വളരെ പ്രയാസകരമായ, മാനുഷിക നിലയിൽ ആർക്കും അംഗീകരിക്കാൻ കഴിയാത്തതായ ഒരു ഡിസിഷൻ ഹോശേയ്ക്ക് എടുക്കേണ്ടി വന്നു. ഹോശേയോട് ദൈവം പറഞ്ഞത്, നീ പോയി മോശം നിലവാരത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്ക്. മാന്യമായി ജീവിക്കുന്ന ഒരു സ്ത്രീയെ. വിവാഹത്തിന്റെ പ്രപ്പോസലുകൾ വരുമ്പോൾ സ്തോത്രം, ഫാമിലി തലത്തിൽ നിന്ന് ഏതൊക്കെ നിലവാരത്തിൽ ആൾക്കാര് സ്തോത്രം ചിന്തിക്കുമെന്നും ഏതെല്ലാം നിലവാരത്തിൽ എവിടെയെല്ലാം പോയി തിരക്കുമെന്നും എല്ലാം നമുക്കറിയാവുന്നതാണ്. പക്ഷേ പ്രവാചകനായ ഹോശേയയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നീ പോയി പാപത്തിൽ ജീവിക്കുന്ന ഒരു വേശ്യ സ്ത്രീയെ കല്യാണം കഴിക്കുക. അവനനുസരിച്ചു. അവന് അവളിൽ രണ്ട് തലമുറയുണ്ടാകുന്നു. ഒന്നാമത്തെ തലമുറയുടെ പേര് ലോഹമ. രണ്ടാമത്തെ തലമുറയുടെ പേര് ലോ അമ്മി. സ്തോത്രം.
ശ്രദ്ധിക്കണേ, 2 തലമുറ. ഹോശേയയ്ക്ക് വെശ്യാസ്ത്രീയിൽ ജനിക്കുന്ന 2 തലമുറ. ഒന്നാമത്തത് ലോ റുഹമ, രണ്ടാമത്തത് ലോ അമ്മി. ആ 2 തലമുറയുടെയും പേരിന്റെ അർത്ഥം: 1, കരുണ ലഭിക്കാത്തവൾ; 2, എന്റെ ജനമല്ല. ഹോശേയയുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ദൈവ ശബ്ദം കേട്ട് ദൈവത്തെ അനുസരിച്ച് മുൻപോട്ട് സ്റ്റെപ്പ് വെച്ച ഹോശേയയുടെ മുൻപിൽ ലഭിച്ച 2 തലമുറയുടെ പേരും ലോ റുഹമ എന്നും ലോ അമ്മി എന്നുമാണ്. സ്തോത്രം. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. ഇവിടെയാണ് നമ്മുടെ ഹൃദയത്തിൽ ഒരു ചോദ്യം വരുന്നത്. ദൈവത്തെ അനുസരിക്കുന്നത് കൊണ്ട്, അങ്ങ് പറഞ്ഞത് കേട്ടത് കൊണ്ട് ഇങ്ങനെ ഇത്തരത്തിലൊരു അനുഭവത്തിലൂടെ പോകേണ്ടി വരുന്നതിന്റെ ആവശ്യം എന്താ കർത്താവേ? നിന്നെ അനുസരിച്ചത് കൊണ്ടാണോ ഞാൻ ഈ നിലവാരത്തിലേക്ക് പോകേണ്ടി വരുന്നത്? പക്ഷേ നിങ്ങൾ അടുത്ത ഒരു കാര്യം ശ്രദ്ധിക്കണമേ. അപ്പോ കരുണ ലഭിക്കാത്ത, എന്റെ ജനമല്ല എന്ന് തീർത്തു പറയുന്ന നിലവാരത്തിൽ, ഒരിക്കലും ഒരു മാന്യത കിട്ടത്തില്ലെന്ന് പറയുന്ന നിലവാരത്തിൽ തലമുറകൾ ജനിക്കുമ്പോൾ, 2ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം അത് തിരുത്തുകയാണ്. നിങ്ങളുടെ സഹോദരന്മാർക്ക് അമ്മീ, ആ ലോ ദൈവം എടുത്തു കളഞ്ഞു. സ്തോത്രം. എന്റെ ജനം എന്നും നിങ്ങളുടെ സഹോദരിമാർക്ക് റുഹമ, കരുണ ലഭിച്ചവൾ എന്നും പേര് വിളിക്കുവിൻ. ഇന്ന് രാത്രിയിൽ ഞാനിത് പ്രസംഗിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിക്കുന്നത്, ദൈവ ശബ്ദം കേട്ടാണോ നീ ഡിസിഷൻ എടുത്തത്? അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നിനക്കല്ല, ദൈവത്തിനാണ്. ഇത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. നീ ദൈവ ശബ്ദം കേട്ട് ഒരു ഡിസിഷൻ എടുത്ത വ്യക്തിയാണോ? പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്, നീ ദൈവ ശബ്ദത്തിന്റെ പേരിലാണ് ശബ്ദരാധന ഡിസിഷൻ എടുത്തതെങ്കിൽ നീ ലൈഫിൽ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ടി വരത്തില്ല. നീ തിരിച്ചു ചിന്തിക്കേണ്ടി വരത്തില്ല. ദൈവത്തിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായതും ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്തതുമാണെങ്കിൽ ഞാൻ അനുഭവത്തിൽ നിന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആകാശം മാറിപ്പോകും, ഭൂമി നീങ്ങിപ്പോകും, പക്ഷേ ദൈവത്തിന്റെ വചനത്തിനോ വാഗ്ദത്വത്തിനോ ഒരു വള്ളി പുള്ളി വ്യത്യാസം വരത്തില്ല. ഇന്ന് രാത്രിയിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്ന നിയോഗത്തിന്റെ ചില ശബ്ദം ഞാൻ പറയാം. ഇതിനകത്തിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ വർഷങ്ങളായിട്ട് പല കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്തവരും, ഇതിനകത്തിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ സ്തോത്രം, ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണുന്നത് പോലെ ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സംഭവിക്കുന്നതൊക്കെ എന്തുകൊണ്ടെന്ന് ചോദിക്കുന്ന ഒരു അനുഭവത്തിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് നിങ്ങളെങ്കിൽ, ഞാൻ ഇന്ന് രാത്രിയിൽ പറയാം, അനുസരിക്കാൻ തയ്യാറായതിന്റെ പേരിൽ നീ അനുഭവിക്കുന്ന ഏത് വിഷയത്തിന്റെ പിന്നിലും അതിന് ദൈവത്തിന് ഉത്തരവാദിത്വം ഉണ്ടെന്ന് നിങ്ങളോട് പറയാൻ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. സ്തോത്രം. ഞാൻ ഈ ഭാഗത്തേക്ക് വരാൻ ആഗ്രഹിച്ചതല്ലെങ്കിലും ദൈവാത്മാവ് പെട്ടെന്ന് എന്റെ ഹൃദയത്തിലൊക്കെ ഇട്ട് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ പറയാം, ഞാൻ ഇന്ന് പകല് അല്പനേരം വചനം ധ്യാനിക്കുമ്പോൾ, ഞാൻ ആ വചനം ധ്യാനിക്കാൻ കാരണം ഇന്ന് രാവിലെ ഞാൻ ഒരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് ആ വാക്യം എന്റെ അകത്തേക്ക് വന്നു. ഞാൻ വീട്ടിൽ വന്ന വചനം ധ്യാനിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ ഒത്തിരി സന്തോഷം ഉണ്ടായി. കാര്യം യെഹെസ്കേലിനോട് ദൈവം പറയുകയാണ്, 37-ാം അധ്യായത്തിൽ യെഹെസ്കേലിനോട് ദൈവം പറയുകയാണ്. ഞാൻ വാക്യങ്ങളൊക്കെ എന്റെ ഡയറിയിൽ നോട്ട് ചെയ്തിട്ടാണ്, ഞാനത് നോട്ട് ചെയ്തിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ അത് വരുന്നോണ്ട് ഞാനത് തൊട്ടങ്ങ് പോവാം. യെഹെസ്കേലിനോട് ദൈവത്തിന്റെ ആത്മ പറഞ്ഞു, നീ താഴ്വരയിൽ പോയി നിൽക്ക്. സ്തോത്രം. ആ 37-ാം അധ്യായം നിങ്ങൾ നോക്കി, യെഹെസ്കേൽ 37, യഹോവയുടെ കൈ എന്റെ മേൽ വന്നു. ആ പദങ്ങളൊക്കെ ശ്രദ്ധിക്കണം. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു. മനുഷ്യന്റെ കൈയല്ല, യഹോവയുടെ കൈ ലിറ്ററലി എന്റെ മേൽ വന്നു. 2, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു.
യെഹെസ്കേൽ പോയത് മനുഷ്യന്റെ ഇഷ്ടത്തിലല്ല, ആത്മനിയോഗത്തിലാണ് പോയത്. യെഹെസ്കേലിന്റെ മേൽ നിൽക്കുന്നത് മനുഷ്യന്റെ കൈയല്ല, യഹോവയുടെ കൈയാണ്. എന്നിട്ട് താഴ്വരയുടെ നടുവിൽ എന്നെ നിർത്തി. എന്നെ കൊണ്ടുവന്ന ഒരു സ്തോത്രം, ഒരു താഴ്വരയുടെ നടുക്ക് കൊണ്ട് എന്നെ അവൻ സെറ്റിൽ ചെയ്തു. എന്നിട്ട് ഞാൻ നിൽക്കുന്ന താഴ്വര ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. ഈ ഭാഗം നിങ്ങൾക്ക് സുപരിചിതമാണ്. പക്ഷെ താഴോട്ടുള്ള വാക്യങ്ങളിൽ എന്താ കാണുന്നത്? ആ സ്ഥലത്ത് ദൈവം കൊണ്ട് നിർത്തിയിട്ട്, അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് ദൈവം അവനോട് അഭിപ്രായം ചോദിക്കുകയാണ്. യെഹെസ്കേലേ, നിനക്കുള്ള അഭിപ്രായം എന്താ? ദൈവത്തിന്റെ പൈതലെ, ദൈവം ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നമ്മളെ കൊണ്ട് നിർത്തും. നമുക്കൊരിക്കലും ഒന്നും മനസ്സിലാകാത്ത, ഒരു സാധ്യതയുമില്ലാത്ത സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ കൊണ്ടു നിർത്തും. പക്ഷെ ഇന്ന് രാത്രിയിൽ വിശ്വസിച്ചോ, ഈ സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവമാണ് കൊണ്ട് നിർത്തിയതെങ്കിൽ നിന്നെ അതിനകത്തുകൂടെ കടത്തിവിടാൻ അറിയാകുന്നത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അതിനകത്തുകൂടെ കടത്തിവിട്ട് അതിന്റെ പൂർത്തീകരണം എന്താണെന്ന് ദൈവത്തിന് പൂർണ്ണ നിശ്ചയമുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ അതിനകത്ത് കടത്തിവിട്ടത്. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ്, എനിക്ക് ഒത്തിരി ദൂതുകൾ പറയാനുണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് എന്നോട് ശക്തമായി പറയുന്നു, ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്നവർ ഇതിനകത്തിരിപ്പുണ്ട്. അവരോട് പറയാൻ പരിശുദ്ധാത്മ പറയുന്നു, അയച്ചത് ഞാനാണെങ്കിൽ എനിക്കാണ് ഉത്തരവാദിത്വം. ഒരു വേശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ ലഭിച്ച തലമുറയുടെ പേരിൽ ലോ അമ്മി, എന്റെ ജനമല്ല, കരുണ ലഭിക്കാത്തവൾ. പക്ഷെ ഇന്ന് രാത്രിയിൽ ദൈവം പറയുന്നു, ഇതിനെ തിരുത്താൻ എനിക്ക് കഴിയും, ഇതിന്റെ ഒരു മറുപടി പറയാൻ എനിക്ക് കഴിയും. ഇത് രാത്രിയിൽ വിശ്വസിച്ചേറ്റെടുക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ കരം വ്യാപരിക്കുന്നു. ഞാൻ ആ വചനത്തിലേക്ക് പെട്ടെന്ന് മടങ്ങി വരികയാണ്. അപ്പോൾ ഹോശേയയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞത്, നിങ്ങൾ എന്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞ ഇടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. ഇന്ന് രാത്രിയിൽ ആ ദൂത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അവിടെ ഒന്നും വിശദമായി പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഓടിച്ചു പറയുന്നത്, ആ ദൂത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. എന്റെ ജനമല്ല എന്ന് പറഞ്ഞ ഇടത്തിൽ, ആ വചനത്തെയാണ് നിങ്ങൾ ഇന്ന് രാത്രി ഹൃദയം കൊണ്ട് ഏറ്റെടുക്കേണ്ടത്. നിങ്ങൾ എന്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞ ഇടത്തിൽ എവിടെ വെച്ചാണോ നിന്നെ തള്ളിക്കളഞ്ഞത്, ആ സെയിം പ്ലേസിൽ, അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോയല്ല, എവിടെ വെച്ചാണോ എന്റെ ജനമല്ലെന്ന് നിന്നെ കുറിച്ച് പറഞ്ഞത്, എവിടെ വെച്ചാണോ നീ റിജക്ട് ചെയ്യപ്പെട്ടത്, എവിടെ വെച്ചാണോ നിന്റെ ഹൃദയം മുറിഞ്ഞത്, അതേ ഇടത്തിൽ റോമാലേഖനം 9-ാമത്തെ അധ്യായം 26-ാം വാക്യം ഞാൻ പ്രവചന ശബ്ദമായി വിളിച്ചു പറയുന്നു. ഹോശേയയുടെ ദൂതെടുത്ത് വെച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ദൂത് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞ സെയിം പ്ലേസിൽ നിന്നെ ദൂരോട്ട് മാറ്റിയല്ല. ആരോട് ദൈവാത്മാവ് പറയുന്നു, എവിടെ നിന്ദിക്കപ്പെട്ടോ, എവിടെ തകർന്നോ, എവിടെ റിജക്ട് ചെയ്യപ്പെട്ടോ, എവിടെ നിനക്കെതിരെ സംസാരങ്ങൾ ഉയർന്നോ, ആ സെയിം പ്ലേസിൽ അടുത്ത വചനം പറയുന്നു, അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. പ്രൈസ് ഗോഡ്. രണ്ട് എക്സ്ട്രീമാണ്, രണ്ട് തലത്തിലാണ് ദൈവത്തിന്റെ ആത്മാവ് ആ ഭാഗത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. രണ്ട് നിലവാരത്തിലാണ് നിൽക്കുന്നത്. ഒന്നാമത്തെ നിലവാരം കൈവിട്ട് കളയുന്ന ഒരു സ്റ്റേജ്, രണ്ടാമത്തെ നിലവാരം അല്പനേരം കഴിഞ്ഞ് ചേർത്ത് പിടിക്കുന്ന ഒരു സ്റ്റേജ്. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. ചില സമയങ്ങളിൽ നമുക്ക് തോന്നും കൈവിട്ട് കളഞ്ഞത് പോലെ തോന്നും, ദൈവം റിജക്ട് ചെയ്തത് പോലെ തോന്നും, ദൈവം മിണ്ടാത്തത് പോലെ തോന്നും.
ദൈവം കണ്ണടച്ചതുപോലെ തോന്നും. ഇല്ല, എവിടെ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഈ രാത്രിയിൽ ആവർത്തിച്ചു പറയുന്നു. ദൈവമാണോ അതിനകത്ത് ഇടപെട്ടിരിക്കുന്നത്? നീ വിഷമിക്കേണ്ടി വരത്തില്ല. ഇടപെട്ടത് ദൈവമാണെങ്കിൽ ദൈവത്തിന് 100% അതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ ഇടത്തിൽ തന്നെ നിന്നെ മാനിക്കാൻ, ആ ഇടത്തിൽ തന്നെ നിന്നെ ചേഞ്ച് ചെയ്യാൻ, ആ ഇടത്തിൽ തന്നെ നിന്റെ പേര് പുറത്തു കൊണ്ടുവരാൻ. അത് നിന്ദിക്കപ്പെട്ട നിലയിലല്ല, അതിന്റെ ലേബലുകളെ മാറ്റി, അതിന്റെ ട്രാൻസ്ലേഷനെ മാറ്റി, അതിന്റെ ഫിഗർ മാറ്റി, അതിന്റെ ഫ്രെയിമിനെ മാറ്റി, അതിന്റെ സ്ട്രക്ചറിനെ മാറ്റി, അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നിന്നെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദൈവമാണ് നിന്റെ ദൈവം. അത് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഇത് പറയുമ്പോൾ ഞാൻ പ്രവചിച്ചു പറയുകയാണ്. നിന്റെ ആദ്യത്തെ ഫിഗർ നോക്കണ്ട, നിന്റെ ആദ്യത്തെ സ്റ്റേജ് നോക്കണ്ട, നിന്റെ ആദ്യത്തെ സിറ്റുവേഷൻ നോക്കണ്ട. നിന്റെ ആദ്യത്തെ സിറ്റുവേഷൻ അകത്ത് വലിയ ചേഞ്ചസ് സംഭവിച്ചേക്കാം. നിന്റെ ആദ്യത്തെ സിറ്റുവേഷൻ അകത്ത് ആദ്യത്തെ ഫിഗർ നിനക്ക് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് ലോകമാണ്, അതിൽ അമ്മിയാണ്. ഒന്നാമത്തെ അധ്യായത്തിൽ അതിൽ ലോകമാണ്, ഒന്നാമത്തെ അധ്യായത്തിൽ അതിൽ അമ്മിയാണ്. എന്നാൽ ദൈവം അതിനെ വെട്ടിമാറ്റിയിട്ട് ഒരു രൂഹമയായി, ഒരു അമ്മിയായി നിന്നെ മാറ്റാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ജനമല്ല എന്ന് പറഞ്ഞിടത്ത് നിന്നെ ചേർത്ത് കെട്ടിപ്പിടിച്ച് ഇന്ന് രാത്രി ദൈവം പറയും, അവൻ എന്റെ മകനാണ്, അവൻ എന്റെ മകളാണ്. ഇന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ആ വചനം അതുകൊണ്ട് തന്നെ എടുത്തു പറഞ്ഞത്, എവിടെ നിന്ദിക്കപ്പെട്ടോ അതേ ഇടത്തിൽ ഞാൻ എന്റെ ജനത്തെ തിരിച്ചു പറയിക്കും. Praise God. ഈ വചനം എന്റെ ഹൃദയത്തിൽ എന്നെ വ്യക്തിപരമായി ഒത്തിരി ബലപ്പെടുത്തിയതാണ്. കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവ് ഈ വചനം എന്നോട് ഇടപെട്ടപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു, എവിടെ തകർന്നു അവിടെ മാനിക്കപ്പെടും, എവിടെ ഉയർന്നോ അവിടെ ഞാൻ എഴുന്നേറ്റ് വരും. റൂഹമയായി മാറും. രാത്രി ഇവിടെ ഇരിക്കുന്ന ചെല്ലോട് ദൈവം പറയുന്നു, നിന്റെ ലൈഫിനെ ദൈവം തിരുത്തി എഴുതാൻ പോവുകയാണ്. വീഡിയോയിൽ വരുന്നില്ല എങ്കിലും ഈ രാത്രിയിൽ ഇതിനകത്തിരിക്കുന്ന ചെല്ലുണ്ടെങ്കിൽ ദൈവത്തിന്റെ മഹത്വം വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുന്നു. സദൽ കനക നിന്റെ ഇന്നലകളിലെ ചരിത്രത്തെ തിരുത്തി എഴുതുന്ന ഒരു മഹത്വം, ഇന്നലകളിലെ പേരിൽ തിരുത്തി എഴുതുന്ന ഒരു മഹത്വം ദൈവം നിന്റെ ലൈഫിനകത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഹോശേയ ആദ്യം ഒന്ന് പേടിച്ചു കാണും, ദൈവമേ നിന്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് സംഭവിക്കുന്നത്. എനിക്ക് ലഭിച്ചത് ലോകമയും ലോകമ്മിയുമാണ്. ഓൾ ഓഫ് എ സഡൻ, ഒത്തിരി താമസിക്കാതെ ദൈവം അതിനെ തിരുത്തി വെച്ചു. രാത്രി ഞാൻ പ്രവചിക്കുന്നു, നിന്റെ ഫാമിലിയിൽ ദൈവം ചിലത് തിരുത്തി വെക്കാൻ പോവാ. വ്യക്തിപരമായി ചിലരോട് ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുക. നിന്റെ തലമുറയിൽ ദൈവം ചിലത് തിരുത്തി വെക്കാൻ പോവുകയാണ്. നിലവിൽ കിടക്കുന്ന ആ ദൈവം എടുത്തു മാറ്റിയിട്ട് നിന്നെ ചേർത്തു പിടിച്ച് നിർത്താൻ പോവുക. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവരുടെ മേൽ ഈ മഹത്വം ഈ രാത്രിയിൽ മഴ പോലെ പെയ്തിറങ്ങട്ടെ. ഞാൻ വേഗത്തിൽ മുൻപോട്ട് വരുന്നു. നിങ്ങൾ നോക്കിയേ, ഒന്നാമത്തെ ഹോശേയയുടെ ദൂത് പൗലോസ് അപ്പോസ്തലൻ ഒരു ശേഷിപ്പിനെ ദൈവം കൊണ്ടുവരുമെന്ന് തെളിയിക്കാൻ ഹോശേയയുടെ ശബ്ദം പൗലോസ് അപ്പോസ്തലൻ എടുത്തോണ്ട് വരുമ്പോൾ അവിടെ വലിയ പെരുപ്പമൊന്നുമില്ല. ഒരു ചെറിയ കൂട്ടത്തിൽ നിന്ന്, അതായത് ഒരു പ്രവാചകന്റെ കുടുംബത്തിനകത്ത് ജനിച്ച തലമുറയ്ക്കകത്ത് സംഭവിക്കുന്ന ദൈവിക വിടുതൽ, അതിനകത്ത് വരുത്തുന്ന മാറ്റം. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ? ദൈവശബ്ദം കേട്ടനുസരിച്ച ഒരു പ്രവാചകന്റെ കുടുംബത്തിനകത്തുനിന്ന് ദൈവം പിക്ക് ചെയ്തെടുത്തോണ്ട് വരുന്ന, തെരഞ്ഞെടുത്തോണ്ട് വരുന്ന ഒരു തെരഞ്ഞെടുപ്പ്. അതാണ് ഒന്നാമത്തെ ഭാഗം പൗലോസ് വെളിപ്പെടുത്തിയത്. ഇനി രണ്ടാമത്തെ ഭാഗം, അതൊരു കുടുംബത്തിനകത്തല്ല. രണ്ടാമത്തെ ഭാഗം കിടക്കുന്നത് യെശയ്യാവ് ഇസ്രായേലിനെ കുറിച്ച് പ്രവചിച്ചത്. യെശയ്യാവ് പ്രവചിച്ച പ്രവചനം, ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെയായിരുന്നാലും, പരിശുദ്ധാത്മാവിലെ ഈ ദൂതി ജലത്തിന്റെ അകത്ത് കയറട്ടെ.
ഒന്നാമത്തെ ദൂത് ഞാൻ പറഞ്ഞു ഹോശയ്യയുടെ ലൈഫാ. അത് ഹോശയ്യയുടെ കുടുംബത്തിനകത്ത് സംഭവിച്ച സംഭവത്തിൽ ആ ഭാഗമെടുത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു തലമുറയെ ദൈവം തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച്, ഒരു തലമുറയെ, ഒരു റമനന്റിനെ അതിനകത്തുനിന്ന് കൊണ്ടുവരുന്ന വരവിനെ കുറിച്ച് പൗലോസ് പറഞ്ഞു. ഇനി രണ്ടാമത്തെ ഭാഗം യെശയ്യാ പ്രവാചകന്റെ പ്രവചനമാണ്. യെശയ്യാ പ്രവാചകന്റെ പ്രവചനം കൊണ്ടുവരുമ്പോൾ യെശയ്യാവ് 10-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ 20 മുതൽ 22 വരെ പറഞ്ഞൊരു ദൂതിന്റെ ഭാഗമാണത്. അവിടെ കൊണ്ടുവരുമ്പോൾ പറയുന്നു, ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെയായിരുന്നാലും. ആ വാക്യത്തെ ശ്രദ്ധിച്ചു കേൾക്കണം. ഈ പദം എല്ലാവർക്കും സുപരിചിതമാണ്. ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ. ഈ പദം സുപരിചിതമാണ്. എങ്ങനെ സുപരിചിതം? ഉൽപ്പത്തി പുസ്തകം എടുക്കേണ്ട 15-ാമത്തെ അധ്യായത്തിൽ അബ്രഹാം ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ദമ്മശ്ശേക്കുകാരനായ എലയാസറാണോ എന്റെ വീടിനകത്തെ അവകാശി? അന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു വാഗ്ദത്തമാ. സ്തോത്രം. ആ വാഗ്ദത്തം എന്തുവാ? ഞാൻ നിനക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും സന്തതിയെ തരും. സ്തോത്രം. ആ വാഗ്ദത്വത്തിന്റെ നിവർത്തി സംഭവിച്ചതിന്റെ തെളിവെന്താ? തെളിവ് നിരവധി പറയാനുണ്ട്. നമ്പർ 1, അവന് പോയത്, മിസ്രൈമിലേക്ക് പോയത് 70 പേരാ. പക്ഷേ മോശയുടെ കാലഘട്ടത്തിൽ തിരിച്ചു വന്നത് 70 അല്ല, 700 അല്ല, 7000 അല്ല, 7 ലക്ഷമല്ല. അവർ വന്നത് 40 ലക്ഷമാണ്. Praise God. ഞാൻ ഈ ആത്മമേഖലയിൽ ഈ ദിവസങ്ങളിൽ നിൽക്കുന്ന, ഈ കാലഘട്ടത്തിൽ, ഈ സമയങ്ങളിൽ നിൽക്കുന്ന സ്തോത്രം, ദൈവം എന്റെ അകത്ത് തന്നിരിക്കുന്ന ഒരു അനുഭവം അനുസരിച്ച് എനിക്ക് പൊതുവെ പറയാനുള്ള, ദൈവത്തെ ചുരുങ്ങി കാണുന്നവർക്കും ദൈവത്തെ ചുരുക്കി അനുഭവിക്കുന്നവർക്കും പറ്റിയ സ്ഥലമല്ല ദൈവസന്നിധി. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ഏത് കാര്യമെടുത്താലും ദൈവത്തെ ലിമിറ്റ് ചെയ്യാനാണോ നിങ്ങളുടെ പ്ലാൻ? അല്ലെങ്കിൽ ദൈവത്തിനെ സഹായിക്കാനാണോ നിങ്ങളുടെ പ്ലാൻ? നിങ്ങൾക്ക് പറ്റിയ സ്ഥലമല്ല ദൈവസന്നിധി. നിങ്ങൾക്ക് ആത്മീയ ജീവിതത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണോ? നമ്മുടെ അകത്ത് കിടക്കുന്ന കുറെ ഫ്രെയിമുകൾ എടുത്തു കളയണം. ഒന്നാമത്തെ ഫ്രെയിം, താൻ പാതി ദൈവം പാതി, നിങ്ങളെടുത്ത് ദൂരെ കളയണം, ഒട്ടിച്ചു കളയണം. നിങ്ങൾ പാതിയുമില്ല, നിങ്ങളുടെ കാലുമില്ല, നിങ്ങൾ 1% ഇല്ല. നിങ്ങളുടെ പേര് എനിക്കറിയത്തില്ല. ഞാൻ പാതിയുമില്ല, കാലുമില്ല, 1% ഇല്ല. 1% കേറിയാൽ ഞാനില്ല. സ്തോത്രം. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും നടക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ടെന്നുള്ളതിന്റെ തെളിവ്. ആമേൻ. നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ പറയുന്നത് പോലെ നടക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ടെന്നുള്ളതിന്റെ തെളിവ്. അതെന്താ ബ്രദറെ അങ്ങനെ പറഞ്ഞേ? അവിടെ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുന്നേ. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയ അബ്രഹാമിനോട് ദൈവം കൊടുത്ത വാഗ്ദത്വം ആകാശത്തിലെ നക്ഷത്രം പോലെ, കടൽക്കരയിലെ മണൽ പോലെ. നിങ്ങൾ നോക്കിയേ എങ്ങനെയാ തിരിച്ചു വന്നത്? വെറും 70 പേര് പോയതാ. ഇതൊന്ന് തകർന്നു കാണാൻ എത്രയോ പരിപാടി അവിടെ ഒപ്പിച്ചു. പക്ഷെ ഇത് വർദ്ധിക്കുക. ഞാനിന്ന് രാത്രി പറയാം, ദൈവ സാന്നിധ്യത്തിനകത്ത് വന്ന വ്യക്തിയാണോ? നീ സാന്നിധ്യത്തിനകത്ത് കയറിയ വ്യക്തിയാണോ? നീ നിശ്ചയിച്ചാൽ പോലും നിനക്ക് താഴോട്ട് പോകാൻ പറ്റാത്ത പരുവത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്വത്തിന്റെ വാഗ്ദാനം മാത്രമാണ് നിങ്ങളുടെ മേൽ ദൈവം വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇനി ദൈവം അങ്ങനെ ചെയ്യുന്നതിന്റെ രണ്ടാമത്തെ തെളിവ് സംഖ്യാപുസ്തകം എടുക്കട്ടെ. അവിടെ നിന്ന് സംസാരിക്കാൻ സമയമില്ല. സംഖ്യാപുസ്തകം, ഇസ്രായേൽ ജനത്തെ ഒന്ന് ശമിക്കാൻ ബാലാക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഒരു ആഗ്രഹം. പുള്ളി അതിന് തെരഞ്ഞെടുത്തത് ശാപം പറഞ്ഞാൽ ഫലിക്കുന്ന ആദരമുള്ള
ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് നടക്കുന്ന ഒരു മനുഷ്യനെയാണ്. വ്യക്തം ജയം. ഇവിടെ ഉണ്ടോ എല്ലാരും? ഹല്ലേലൂയ. നിങ്ങളൊന്ന് അതിനൊന്ന് ആലോചിച്ച് നോക്ക്. ബാലാക്ക് ഒരു നല്ല പിടിപ്പണം, നല്ല പണക്കിഴി, നല്ല ഒരു പണക്കിഴി ബിലിയാമിന്റെ കൈ കൊടുത്തേച്ച് പറഞ്ഞു, നീ ആ പർവ്വതത്തിൽ ചെന്നൊന്ന് ശപിച്ചേച്ചു വരാൻ. ലിസൺ കെയർഫുള്ളി. പർവ്വതത്തിന്റെ ഒരു സൈഡിലേക്ക് ബാലക്ക് കൊടുത്ത പണത്തിന്റെ ശക്തിയാൽ ബിലിയാം നടന്നു കയറി. വഴിയിലൊക്കെ പ്രതിസന്ധി ഒത്തിരി ഉണ്ട്, അതൊന്നും പുള്ളി മൈൻഡ് ചെയ്തില്ല. പുള്ളി നടന്നു കയറി. ആ ഭാഗമൊക്കെ അറിയാവുന്നയാ. പക്ഷെ ഒരു കോണിക്ക് ചെന്ന് നോക്കി, താഴ്വരയിലോട്ട് നോക്കിയപ്പോൾ ബിലിയാം കാണുന്ന കാഴ്ച ആകാശത്തിലെ നക്ഷത്രം പോലെ, കടൽക്കരയിലെ മണൽ പോലെ പെരുപ്പത്തിൽ വർദ്ധിച്ചു കിടക്കുന്ന ജനം. അവിടെ ചെന്നിട്ട് ബിലിയാമിന് ശപിക്കാൻ പറ്റില്ല. ബിലിയാം അനുഗ്രഹിച്ചു പോരുന്നു. അടുത്ത കോണിക്കെ കൊണ്ട് നിർത്തി, ഒരു കാര്യം ചെയ്യേ, നമുക്ക് പൊസിഷൻ ഒന്ന് മാറ്റി നോക്കാം. എന്തിനാ? ഈ വർദ്ധിച്ചിരിക്കുന്ന ജനത്തെ ശപിക്കാൻ. അവിടെ ചെന്നിട്ട് പറ്റിയില്ല. അവിടെ എഴുതി വെച്ചിരിക്കുന്ന വാക്യങ്ങൾ ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ മാത്രം ഒന്ന് പറയാം നിങ്ങൾക്കൊരു ബലത്തിന്. ഇസ്രായേലിന്റെ കാലാംശത്തെ ആർക്ക് ഗ്രഹിക്കാം? യാക്കോബിന്റെ ധൂളി ആർക്കെണ്ണാം? കാട്ടുപോത്തിന് തുല്യമായ ബലം അവർക്കുണ്ട്. ഇത് തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. യാക്കോബിന്റെ സ്തോത്രം ആഭിചാരം ഇസ്രായേൽ ഫലിക്കത്തില്ല. ലക്ഷണവിദ്യക്ക് അവനെ തൊടാൻ പറ്റത്തില്ല. രാജകോലാഹലം അവരുടെ നടുവിലുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ പൈതലെ, നിനക്കെതിരെ പദ്ധതികൾ കൊണ്ടുവരണമെന്ന് ശത്രു നിശ്ചയിച്ചാൽ പോലും നടക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എതിരുകൾ വരാഞ്ഞിട്ടല്ല നീ ഇങ്ങനെ നിൽക്കുന്നത്, എതിർ ശക്തികൾ എഴുന്നേൽക്കാഞ്ഞിട്ടല്ല നീ ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വാഗ്ദത്വത്തിന്റെ റമനന്റായി ദൈവം നിന്നെ കണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അതിന്റെ ഒരു ശേഷിപ്പായി കണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ഒരു ചെറിയ കൂട്ടത്തിൽ നിന്ന് ഒരു റൂഹമയെയും ഒരു അമ്മിയെയും കൊണ്ടുവരുന്നത് പോലെ ഒരു വലിയ കൂട്ടത്തിൽ നിന്ന് ഒരു തലമുറയെ ദൈവം തെരഞ്ഞെടുക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഹോശയുടെ പ്രവചനത്തിനകത്തൊരു ചെറിയ ഫാമിലിക്കകത്തുനിന്ന് ദൈവം പിക്ക് ചെയ്തതും, യെശയ്യാവിന്റെ പ്രവചനത്തിലേക്ക് വരുമ്പോൾ യെശയ്യാവ് പറയുന്നത് ഇസ്രായേൽ മക്കളുടെ എണ്ണം. ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. യെശയ്യാവ് 10:20 മുതലുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെയായിരുന്നാലും ഒരു ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടും. സ്വതം. ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് എനിക്ക് 11-ാമത്തെ അധ്യായത്തിലേക്കൊന്ന് വരണമെന്നുണ്ട്. അതിന് രാത്രി സമയമില്ലെന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ ഒരു വെളിപ്പാട് ഞാൻ പറയാം. ദൈവമക്കളെ, 11-ാമത്തെ അധ്യായം പറയുന്നത്, അവിടെയും പരിശുദ്ധാത്മ ഓർപ്പിക്കുന്നത് ഒരു റമനന്റ് എനിക്ക് വേണ്ടിയുണ്ട്. സ്തോത്രം. നമ്മളിവിടെ പ്രാർത്ഥിച്ചപ്പോൾ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, UK വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയാമോ, നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. ഒരു സൈഡിൽ പെന്തക്കോസ്റ്റ് വരണ്ട് ഉണങ്ങിപ്പോകുമ്പോൾ നമ്മൾ ഏറ്റവും പ്രതികൂലമെന്ന് പറഞ്ഞ നോർത്ത് ഇന്ത്യ, നിങ്ങൾ നോക്കിക്കോ, 27-28 വർഷങ്ങളിൽ കർത്താവിന്റെ വരവ് താമസിച്ചാൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഏറ്റവും വലിയ ന്യൂസ്, അസാധാരണ തലമുറ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നതായിരിക്കും. ഇന്ന് രാത്രിയിൽ ഞാനിത് പറയുമ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഒരു തലമുറ എഴുന്നേക്കാൻ പോവാ. ഞാന് ഇന്നലെ വൈകിട്ട് എന്റെ ഒരു സുഹൃത്തിന്റെ മകൻ എന്നെ ഫോൺ വിളിച്ചു. 20 വയസ്സേ ഉള്ളൂ, 20 വയസ്സ്. എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുക. അവൻ എന്നെ വിളിച്ചേച്ച് അവൻ എന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കുറച്ച് ഗൈഡൻസ് ഒക്കെ ചോദിച്ചു. ഞാനത് കഴിഞ്ഞിട്ട് അവനോട് പറഞ്ഞു, മോനെ നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്റെ സഹോദരങ്ങളെ, എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത പരുവത്തിലേ പോയി. കാര്യം എനിക്ക് പോലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത നിലയിൽ പ്രൊഫറ്റിക്കലി പരിശുദ്ധാത്മാവ് അവനെ ഉപയോഗിക്കുക. 20 വയസ്സേ ഉള്ളൂ, കേരളത്തിൽ നിന്നാണ്.
ഇന്ന് രാത്രിയിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഒരു തലമുറ കയറി വരും. ഇസ്രായേൽ മക്കളോട് ദൈവം ചെയ്ത വാഗ്ദത്തമാണ്, നിങ്ങൾ കടൽക്കരയിലെ മണൽ പോലെ. ആരോട് പറഞ്ഞു? അപ്പനായ അബ്രഹാമിനോട് പറഞ്ഞു. അബ്രഹാം ആരെ കണ്ടു? അബ്രഹാം ഇസഹാക്കിനെ കണ്ടു. ഇസഹാക്കിനെ കല്യാണം കഴിപ്പിച്ചു. ഉൽപ്പത്തി 23 സാറയുടെ മരണം. ഉൽപ്പത്തി 25 അബ്രഹാമിന്റെ മരണം. ഉൽപ്പത്തി 24 ഇസഹാക്കിന്റെ കല്യാണം. അബ്രഹാം മരിച്ചുപോയി, ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ടിട്ട്. പക്ഷേ കടൽക്കരയിലെ മണൽ പോലെ വർദ്ധിപ്പിച്ച് സംഖ്യാ പുസ്തകത്തിൽ കൊണ്ട് നിർത്തിയിട്ട് ദൈവം ചോദിക്കുകയാണ്, തൊടാമെങ്കിൽ തൊട. രാത്രി ദൈവാത്മാ പറയുന്നു, നിന്റെ കുടുംബത്തിൽ ഒരു കുടുംബത്തെ നഷ്ടപ്പെടുത്തില്ല. ഇതിനകത്തിരിക്കുന്ന ചില വീടിനെ കയർത്തുന്ന പ്രവാചകന്മാർ എഴുന്നേറ്റ് വരട്ടെ, പ്രവാചകിമാർ എഴുന്നേറ്റ് വരട്ടെ. ചില പ്രിസ്കില്ലാമാർ പുറത്തു വരുന്നത് ഞാൻ കാണും. ചില ദാനിയേലുമാർ എഴുന്നേൽക്കുന്നത് ഞാൻ കാണുന്നു. ചില ഐസക്കുമാരുടെ പരിശുദ്ധാത്മാവിന്റെ കൈമാറ്റം നടക്കുന്നത് ഞാൻ കാണും. ഒരു ഉണർവ് കാണണമെന്ന് പറഞ്ഞ് കരയുന്ന ഒരു കരച്ചിൽ എനിക്ക് കേൾക്കും. ഒരു റമനന്റിനെ ദൈവം പുറത്തു കൊണ്ടുവരും. ചെറിയ കൂട്ടത്തിൽ നിന്നാണെങ്കിലും വലിയ കൂട്ടത്തിൽ നിന്നാണെങ്കിലും ദൈവം കണ്ട ഒരു തലമുറയെ ദൈവം തെരഞ്ഞെടുക്കാൻ പോവാ. ഒരു റമനന്റ്. പ്രിയരെ, സാധാരണ നിലയിൽ ദൈവകരത്തിൽ ഉപയോഗിക്കപ്പെട്ട ദൈവമനുഷ്യനെ ഏലിയാവ് തോട്ടിലെ വെള്ളം കുടിച്ച് കാക്കയുടെ ആയില് ഭക്ഷിച്ച് വിധവയുടെ മരിച്ച കൊച്ചിനെ ഉയർപ്പിച്ച് വിധവയുടെ പട്ടിനെ മാറ്റി എക്സെട്ര ഒത്തിരി ശുശ്രൂഷ ചെയ്ത ആളാണ്. പുള്ളി ലാസ്റ്റ് വന്നപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. ലിസൺ കെയർഫുള്ളി. ദൈവം ഏലിയാവിന്റെ കയ്യെ പിടിച്ചു, ഒരു ഗുഹയുടെ വാതിൽക്കൽ കൊണ്ടു നിർത്തി. എന്നിട്ട് ഏലിയാവിനോട് പറഞ്ഞു, ഇതിനകത്തോടൊന്ന് നടന്നേച്ച് തിരിച്ചു വരാൻ. ഏലിയാവ് തിരിച്ചു വന്നു. കണ്ട കാഴ്ച വണ്ടിക്ക് വേണ്ടിയല്ല, വീടിന് വേണ്ടിയല്ല, വസ്തുവിന് വേണ്ടിയല്ല, ശുശ്രൂഷയ്ക്ക് വേണ്ടി പോലും അല്ല. 7000 എണ്ണം അവിടെ കവിണ്ണു കിടക്കുക. ഏലിയാവ് ദൈവത്തോട് ചോദിച്ചു, വാട്ട് ദേ ആർ ഡൂയിങ്? അവരെന്താ അവിടെ ചെയ്യുന്നേ? ദൈവം പറഞ്ഞു, ദേ ആർ പ്രേയിങ്. ഫോർ വാട്ട്? മിനിസ്ട്രി. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് പ്രേയർ? ഇതിന്റെ ഉദ്ദേശം എന്താണ്? ഇവരിങ്ങനെ കവിണ്ണു കിടന്ന് 7000 പേര് കിടക്കുന്നതിന്റെ ആവശ്യം എന്താ? ദൈവം പറഞ്ഞു, മിണ്ടരുത്, നീ പുറത്തു പോ. ദൈവം പറഞ്ഞു കൊടുത്തു. അവർക്ക് ഒറ്റ പ്രാർത്ഥന സബ്ജക്റ്റ് അവരെന്നോട് പറഞ്ഞിട്ടുള്ളൂ. ബാലിന് മുട്ടുമടക്കാത്ത മുഴങ്കാലും അവനെ ചുംബിക്കാത്ത ആദരവും. ലോർഡ്, ഐ കമാൻഡ് റൈറ്റ് നൗ ഇൻ ദ നെയിം ഓഫ് ജീസസ്, പൈശാചിക മണ്ഡലത്തിന് മുട്ടുകൊടുക്കാത്ത ഒരു തലമുറ 7000 എണ്ണം അകത്ത് കിടക്കുമ്പോഴാണ് ഒരു ഏലിയാവിനെ ദൈവം പുറത്തെടുത്തേ. ആർ യു റെഡി? ദൈവം ചോദിക്കുന്നു, എന്റെ റമനന്റ് ഇവിടെ. ഇന്ന് രാത്രി ഭയങ്കര തിരിവുകൾ സംഭവിക്കാൻ പോകുന്നു. ഈ രാത്രി വലിയ തിരിവുകൾ സംഭവിക്കാൻ പോകുന്നു. പരിശുദ്ധാത്മ പറയുന്നു, ഒരു കൂട്ടത്തെ ദൈവം പുറത്തെടുക്കാൻ പോവാ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു, ലോ റൂഹമയിൽ നിന്നും ലോ അമ്മിയിൽ നിന്നും ഒരു റൂഹമയെയും ഒരു അമ്മിയെയും വേർതിരിച്ച ദൈവമേ, ഇസ്രായേൽ മക്കളുടെ എണ്ണം എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തതുപോലെ കടൽക്കരയിലെ മണൽ പോലെ കിടന്നപ്പോൾ അതിനകത്തുനിന്നൊരു ജനറേഷനെ പൊക്കിയെടുത്ത ദൈവമേ, ഈ രാത്രി ഞാൻ ഈ കൂട്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എണ്ണമില്ലാത്തൊരു തലമുറ നിരന്നു കിടക്കുമ്പോൾ ഞാൻ എന്തിനെന്ന് ചോദിക്കാനല്ല, എന്നെ ഇല്ലാതെ, ഞാനില്ലാതെ ഒരു കാര്യം ചെയ്യരുതേ എന്ന് പ്രാർത്ഥിക്കാൻ ഇന്ന് രാത്രി എത്ര പേരുണ്ട്? ഞാനില്ലാതെ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനൊരു ബന്ധത്തിലേക്ക് എന്നെ കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു. 7000 പേരകത്ത് കിടക്കുമ്പോഴാ നിന്നെ ഒരുത്തനെ ഞാൻ പുറത്തെടുത്തത്. നീ ഒരുത്തൻ പുറത്തു വന്നപ്പോൾ ഇതെല്ലാം സംഭവിച്ചെങ്കിൽ ഈ 7000-ൽ ഒരെണ്ണം പുറത്തു വന്നാൽ എന്തുമാത്രം ഡെലിവറൻസ് നടക്കും? നീ ശുശ്രൂഷ ചെയ്ത് ഓടി നടക്കുക ഏലിയാവേ. നീ ഓടി നടക്കുമ്പോൾ നിന്നെ ഒരുത്തനെ ദൈവം പുറത്തിറങ്ങിയപ്പോൾ ഇത്രയും സംഭവിച്ചെങ്കിൽ ഈ 7000-നകത്തുനിന്ന് ഞാൻ ഒരുത്തനെ പുറത്തെടുത്താൽ എന്തോ ഒരു ഡെലിവറൻസ് ആയിരിക്കും. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, എനിക്കൊരു റമനന്റിനെ വേണം, ഒരു ശേഷിപ്പ്.
എന്റെ മഹത്വത്തെ തൊടുന്ന, പ്രതിഫലയിച്ച കൂടാതെ എന്റെ സാന്നിധ്യത്തോട് ചേർന്നിരിക്കുന്ന, ലാഭേച്ഛകൾ കൂടാതെ എന്റെ മഹത്വത്തെ പിടിക്കുന്ന ഒരു തലമുറ എനിക്ക് വേണം. ഇന്ന് രാത്രിയിൽ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഷാർഖലാരമോസ്യന്തന. എല്ലാവരും ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ. എന്നെ ഒരു റമനന്റ് ആക്കണമെന്ന് ആത്മാവിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ, ഞാൻ ഇന്ന് രാത്രിയിൽ ദൈവ സാന്നിധ്യത്തിൽ ഈ കൂട്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആയിരക്കണക്കിന് പേരുള്ളതോ, പതിനായിരക്കണക്കിന് പേരുള്ളതോ, ലക്ഷക്കണക്കിന് പേരുള്ളതോ, കോടിക്കണക്കിന് പേരുള്ളതോ എനിക്ക് പ്രശ്നമല്ല. എന്നിൽ നിന്ന്, എന്റെ കുടുംബത്തിൽ നിന്ന് ഒരു തലമുറയെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് വരണം. ഒരു മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി തയ്യാറാകുക. എല്ലാ കണ്ണുകളും അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സമയം തീർന്നെന്ന് എനിക്കറിയാം. ഈ ദൂതിന്റെ ഒരു ഔട്ട്ലൈൻ മാത്രമേ പറയാൻ പറ്റിയുള്ളൂ. പക്ഷേ കർത്താവിന് ചെയ്യാനുള്ളത് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പാ, നന്ദിയോടെ അവിടുത്തെ സന്നിധിയിൽ വരുന്നു. ജനത്തെ ബ്ലസ് ചെയ്യുന്നു. ഒരു റമനന്റിനെ അങ്ങ് പുറത്തെടുക്കുന്ന കൃപയ്ക്ക് നന്ദി. അത്ഭുതമാക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. നല്ല സമയം തന്നതിന് സ്തോത്രം. ഇതിന്റെ പിൻപിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ബ്ലസ് ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ആമേൻ, ആമേൻ, ആമേൻ.